നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഇന്നത്തെ കഥയില് നന്ദു പുഴക്കരയിലുള്ള ആ ബോഡി കിടക്കുന്നിടത്തേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് ഇപ്പൊ നന്ദുവിന് ഭയങ്കര ടെൻഷൻ. ദൈവമേ, ഇനിയിപ്പൊ തന്റെ ചേച്ചിയുടെ ബോഡി എങ്ങാനും ആയിരിക്കോ കിടക്കണേ. അങ്ങനെ ഒടുവില് ആ മൃതദേഹത്തിന്റെ പുറത്ത് തുണി അങ്ങോട്ട് മാറ്റി കഴിയുമ്പത്തേനും നന്ദുവിനൊരു സമാധാനമായി. അത് തന്റെ ചേച്ചിയല്ല. ഓ, ഇപ്പോഴൊരാശ്വാസമായത്. മനുഷ്യനെ കൊല്ലാനായിട്ട് ഓരോന്നൊക്കെ ഇറങ്ങിയിരിക്കും. തന്റെ ചേച്ചിയും കണക്കാ, അവരുടെ അമ്മായിമ്മയും ഭർത്താവും എല്ലാം കണക്കാ. നന്ദുവിന് ഭയങ്കര ഒരു സമാധാനം തോന്നി. എന്നാലും നന്ദുവിന്റെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ട്. എവിടെയായിരിക്കും ചേച്ചി? ചേച്ചിയെ കുറിച്ചൊരു വിവരമില്ലല്ലോ എന്നൊരു ചിന്തയായിരുന്നു. ആ സമയത്ത് ഏൺ ജൂലർ ഡേവിഡിന്റെ അടുത്തേക്ക് മാളവിക വന്നു. മാളവിക ഒന്ന് സംസാരിക്കുന്ന സമയത്ത് ഡേവിഡ് പറഞ്ഞു, അതെ, ഞങ്ങളുടെ ജൂലറിലെ മോഡൽ നവ്യാന്നറിയാലോ. എങ്കിലും ഇനിയിപ്പോ ഞങ്ങൾ പരസ്യത്തിന്റെ ഒക്കെ ഒരു സൈഡില് മാളവികയുടെ ചിത്രം കൂടെ വെച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത മാളവികയല്ലേ? മാളവിക പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല സാറേ, ഞങ്ങള് പിൻനിരയിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ, ഞങ്ങൾ അവിടെ തന്നെ നിന്നോളാം. എനിക്ക് അങ്ങനെ യാതൊരു താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡേവിഡ് പറഞ്ഞു, ഓക്കെ, എന്നാ വേണ്ടെങ്കിൽ വേണ്ട. അല്ല, ഞങ്ങൾ അങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു. അല്ല സാറേ, ഈ ഞങ്ങളെന്ന് പറയുമ്പം സാറിന്റെ പിന്നിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? സാറിന്റെ മുകളിൽ ആരെങ്കിലും ഉണ്ടോ? ഇനി പാർട്ട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്കാന്ന് പറഞ്ഞു. ഇനിയിപ്പൊ ഭാവിയിലേക്ക് പാർട്ട്ണർഷിപ്പ് എടുക്കാനും താല്പര്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അല്ല, ദുബായിലെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സാറാണോ നോക്കണേന്ന് ചോദിച്ചു മാളവിക. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, അതെ അതെ, ഞാൻ തന്നെ നോക്കുന്നേ. പിന്നെ ഞാനിപ്പോ കുറച്ച് നാളത്തേക്ക് ഇങ്ങോട്ട് വന്നെന്നുള്ളൂ. ഇവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പച്ച പിടിക്കണം. അത് മാത്രമല്ല, മോസ്തി ജ്വല്ലറിയെ തകർത്തിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു ദുബായിക്ക് പോകും. അത് ഈ വിഷുവിനോട് കൂടി സാധിക്കും. അതിനുശേഷം പിന്നെ ഞാൻ ഇവിടെ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. ഈ സമയത്ത് ഡേവിഡ് പറഞ്ഞു, അതെ, എന്തേലും സംശയം ഉണ്ടോ എന്നോട് ചോദിച്ചാൽ മതി. സംശയമൊന്നുമില്ല സാറേ, ഞാൻ വെറുതെ ചോദിച്ചെന്നുള്ളൂ. അതും പറഞ്ഞിട്ട് മാളവി അങ്ങോട്ടേക്ക് പോയി. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനോട് നവ്യ അങ്ങോട്ടേക്ക് വരുന്നേ. നവ്യയുടെ മുഖമൊക്കെ വല്ലാതിരിക്കുമായിരുന്നു കരഞ്ഞിട്ട്. അപ്പോഴേക്കും ഡേവിഡ് ചോദിച്ചു, എന്താ നവ്യയുടെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കണമെന്ന് ചോദിച്ചു. എന്തേലും പ്രശ്നമുണ്ടോ വീട്ടില്? അതെ, ഒരു പ്രശ്നമുണ്ട് സാറേ, നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു. എന്താ നവ്യയുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചു. അത് പിന്നെ എന്റെ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അഭിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതെ സാറേ. അല്ല, കാര്യം എന്താന്ന് വെച്ചാൽ നവ്യ പറഞ്ഞില്ല. എന്റെ വീട്ടില് ചന്തു എന്ന് പറയുന്നൊരു പെൺകുട്ടിയുണ്ട്. അതെന്റെ അനിയത്തിയുടെ ഭർത്താവിന്റെ കുട്ടിയാന്ന് പറഞ്ഞിരുന്നേ. അവള് ആദർശേനെ അച്ഛന്നൊക്കെ വിളിച്ചോണ്ടിരുന്നേ. എന്നിട്ടിപ്പോ എന്ത് സംഭവിച്ചു? അല്ല, ഇപ്പൊ പറയുന്നു അത് അബിയുടെ കുഞ്ഞാന്ന്. അബിയുടെ കുഞ്ഞോ? അങ്ങനെ ഒരിക്കലും വരാൻ വഴിയില്ലല്ലോ. അതെങ്ങനെ ശരിയാവും? അല്ല, ഇതൊക്കെ ആരാ നവ്യോട് പറഞ്ഞേ? എന്റെ അമ്മ തന്നെയാ പറഞ്ഞെന്ന് പറഞ്ഞു. അമ്മയോ? അതെന്ത് പറ്റി അമ്മ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട്? അതെനിക്ക് അറിയില്ല സാറേ. ഇപ്പൊ എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണോന്ന് ഞാൻ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ പെട്ടിരിക്കുക. അത് കേട്ടപ്പം ഡേവിഡ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതൊന്നും അറിയണമല്ലോ എന്ന് പറഞ്ഞു. അല്ല, സാറിന് ഈ ഫോറൻസിക്കാരുമായിട്ട് ചിലപ്പോൾ ബന്ധം കാണൂലേ? DNA ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ നടത്താനായിട്ടുള്ള ആൾക്കാരുമായിട്ട്. അങ്ങനെയാണ് എനിക്കൊരു ഉപകാരം ചെയ്തു തരാവോ? DNA ടെസ്റ്റ് നടത്താനായിട്ട് എന്നെ ഒന്ന് സഹായിക്കാവോ എന്ന് ചോദിച്ചു. അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു ഡേവിഡ് പറഞ്ഞു, അതിന് ഞാൻ സഹായിക്കാമല്ലോ നവ്യ ഒരു കാര്യം ചെയ്യാം. അബിയുടെ ആ പെൺകുട്ടിയുടെ DNA ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള സാമ്പിളുകൾ കളക്ട് ചെയ്തുകൊണ്ട് വാ. മുടിയിഴകൾ കളക്ട് ചെയ്തോണ്ട് തന്നാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റെന്ന് പറഞ്ഞു. ഒത്തിരി നന്ദിയുണ്ട് സാറേ. അപ്പോഴേക്കും ഡേവിഡ് പറഞ്ഞു, ശരിയാ, കാരണം അബി ഈ കമ്പനി കയറുന്നതിന് മുമ്പ് ആ സത്യങ്ങളൊക്കെ അറിയണം. അല്ലെങ്കിൽ പിന്നെ അവന് ഈ കമ്പനി ജോലി കൊടുത്തിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമല്ലേന്ന് ചോദിച്ചു. നവ്യ പറഞ്ഞു, എന്നെ സഹായിക്കാനായിട്ട് വേറെ ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ സാറിന്റെ അഭയം തേടി വന്നേന്ന് പറഞ്ഞു. അതെന്താണെങ്കിലും നന്നായി. അപ്പോഴേക്കും നവ്യ പറഞ്ഞു, ഇനിയിപ്പൊ അവന്റെ കുഞ്ഞാണെങ്കിൽ അവനെ ഞാൻ വെച്ചേക്കില്ല. അവനെ ഞാൻ കൊന്നു കളയത്തുള്ളൂ സാറേ. അത് കേട്ട് കഴിഞ്ഞപ്പോ ഡേവിഡ് മനസ്സിൽ പറഞ്ഞു, പിന്നെ നീ കൊല്ലും പോലും. എന്റെ നാഗേന്ദ്ര സാറിന്റെ മോനവന് ഈ കമ്പനി തുടർന്ന് ഭരിക്കേണ്ടവനാ. നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നീ എന്താണ് സാമ്പിളായിട്ട് വാ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അയാളുടെ മനസ്സിൽ. ഒടുവിൽ നവ്യ പറഞ്ഞു, ശരി സാറേ, എങ്കിൽ ഞാൻ പോട്ടേന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഡേവിഡ് ചോദിച്ചു, അല്ല, അമ്മയ്ക്ക് എന്തേലും വൈരാഗ്യം ഉണ്ടോ നവ്യോട്? അതെന്താ? അല്ല, അമ്മമാരിങ്ങനെ പറയണെങ്കിലേ അതിനെന്തേലും കാരണം കാണുമല്ലോ. അത് പിന്നെ എൻ്റെ അനുജത്തി അവരുടെ ഭർത്താവും വീട് വിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ദേഷ്യം അമ്മ എന്നോട് തീർത്താന്ന് എനിക്ക് തോന്നേ. ചിലപ്പോൾ അങ്ങനെ ആവാനും വഴിയുണ്ട്. അതാ, ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. നവ്യ ധൈര്യമായിട്ട് വെക്കോ, സാമ്പിളുമായിട്ട് വാ, നമുക്ക് വേണ്ടുന്ന എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ ഡേവിഡ് ഉറപ്പ് കൊടുത്തു. പിന്നീട് ഡേവിഡ് നാഗേന്ദ്രനെ കാണാൻ ചെല്ലുവാണ്.
ആ സമയത്ത് അവന്തിക ഉണ്ടായിരുന്നു. നാഗ എന്താ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ചിരിച്ചുകൊണ്ട് എഴുന്നേക്കുവാണ്. എന്താണെങ്കിലും കള്ളന്റെ കയ്യിൽ തന്നെ താക്കോല് കൊടുത്തേന്ന് പറഞ്ഞു. നമ്മുടെ അടുത്തേക്ക് അവള് വന്ന് നന്നായി എന്ന് പറഞ്ഞു. പിന്നീട് ഡേവിഡിനോട് പറഞ്ഞു, എടോ അബിയെ കുറിച്ച് താൻ നല്ല കാര്യങ്ങളൊക്കെ ഇനി അവളോട് സംസാരിക്കണം, അബിയെ പുകഴ്ത്തി പറയണമെന്ന് പറഞ്ഞു. അവൻ നമ്മുടെ ജ്വല്ലറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, കുറച്ച് നാളത്തേക്ക് നബിയെ നമ്മുടെ കസ്റ്റഡിയിൽ വെച്ചാൽ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡേവിഡ് പറഞ്ഞു, അത് ശരിയാ, അല്ല DNA ടെസ്റ്റിന്റെ ഫലം വന്നു കഴിഞ്ഞാലേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എടോ അതിന്റെ ഫലവും കാര്യങ്ങളൊക്കെ എനിക്കറിയാം, അത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ല അപ്പൊ അതിന്റെ റിസൾട്ട് വാങ്ങാനായിട്ട് അവള് വരത്തില്ലേ? എടോ നമ്മൾ സാമ്പിൾ മേടിച്ചു വെക്കും, എന്നിട്ട് അവളോട് പറയും കുറച്ചു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഫലം നെഗറ്റീവാണ്, അവന്റെ കുഞ്ഞല്ല ചന്തു എന്ന് പറയും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? അത് കൊള്ളാം, അത് മതി സാറേ എന്ന് പറഞ്ഞു. അവന്തിക പറഞ്ഞു, ആ നവ്യെന്ന് പറയുന്നവൾക്കിട്ട് പണി കൊടുക്കണം, അത് മാത്രമല്ല വേറെ പലരും ഉണ്ടല്ലോ അവിടെ, അവർക്കിട്ടൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു. നീ ധൈര്യമായിട്ടിരിക്കും മോളെ, അധികം വൈകാതെ തന്നെ മൂർത്തി ചുള്ളൊരു തകർന്ന് തരിപ്പണമാകാൻ പോവല്ലേ. അപ്പൊ പ്രശ്നമില്ല. പിന്നെ ഈ പറയുന്ന കനക ഇപ്പൊ നവിയോട് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? നയനയോടും ആദർശനോടുമാണ് അവർക്ക് കൂറു കൂടാല്, അവരുടെ ഇളയ മകളോടാണ്. നവയുടെ അത്ര വലിയ താല്പര്യമില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വേണ്ട പോലെ താൻ കൈകാര്യം ചെയ്യണം എന്നൊക്കെ ഡേവിഡിനോട് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ഇനിയിപ്പൊ അതൊന്നും ഓർത്തിട്ട് സാറ് പേടിക്കണ്ടെന്ന് പറഞ്ഞു. എടോ എന്റെ ഏറ്റവും വലിയ പ്രധാന ലക്ഷ്യം എന്താണെന്നറിയാലോ, മൂർത്തി ജ്വല്ലറിയെ തകർക്കാന്നുള്ളതാണ്. അപ്പൊ അതിനി അധികം താമസമൊന്നും വേണ്ട. ഡേവിഡ് പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ സാറിനറിയാലോ, അബിയും കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ അങ്ങോട്ട് ഓക്കെ ആവെന്ന് പറഞ്ഞു. അതെ, അത് തന്നെ എനിക്ക് വേണ്ടത്, പലർക്കിട്ടും പണി കൊടുക്കാനുണ്ട്. അവസാനം എല്ലാവരും സത്യങ്ങളൊക്കെ അറിയാൻ പാടുള്ളൂ. അങ്ങനെ അവർ പ്ലാനുകളൊക്കെ തയ്യാറാക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നന്ദു നയനയെ കാണാൻ വരുവാണ്. അങ്ങനെ നയനയോടും ആദർശനോടും നന്ദു കാര്യങ്ങൾ പറയണം. അത് നവ്യേച്ചൊരു ബോഡിയൊന്നുമല്ല, വേറൊരു പെൺകുട്ടിയുടെ അന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന ചോദിച്ചു, നീ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയൊന്നുമല്ലോ, സത്യമല്ലേന്ന് ചോദിച്ചു. എന്തിനാ ചേച്ചി ഞാൻ ചേച്ചിയോട് കള്ളത്തരം പറയണേ? ഇത് ചേച്ചിയുടെ ആരോഗ്യം നോക്കണം, വയറ്റൊരു കുഞ്ഞുണ്ടെന്നുള്ള ചിന്തയൊക്കെ വേണമെന്ന് പറഞ്ഞു. നയന പറഞ്ഞു, എന്നാലും ആദർശ് പറഞ്ഞു, ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നന്ദു, എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഈ സമയത്ത് ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? നീ ടെൻഷൻ അടിച്ചിട്ട് വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ദോഷമാ, അതെന്താ നീ മനസ്സിലാക്കാത്തെന്ന് ചോദിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞു, ആദർശേട്ടാ, ആദർശേട്ടൻ അറിയാലോ, നവ്യേച്ചയാണെങ്കിൽ ആകെപ്പാട് ടെൻഷൻ അടിച്ചാ പോയിരിക്കുന്നത്. അമ്മ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോ അപ്പൊ എന്ത് സംഭവിക്കാം? ആദർശ് പറഞ്ഞു, നിന്റെ അമ്മ ആ കാര്യങ്ങള് ഇത്ര നാളും മനസ്സിൽ മൂടി വെച്ചുകൊണ്ട് നടന്നില്ലേ, ഇപ്പോഴല്ലേ തുറന്നു പറഞ്ഞേ? സഹി ഇട്ട് കഴിഞ്ഞപ്പോ തുറന്നു പറഞ്ഞ. അല്ല ഈ പറയുന്ന അബി അമ്മായി അപ്പച്ചിയൊക്കെ എന്തൊക്കെ കാണിച്ചോ നടക്കുന്നേ? നവ്യക്ക് ഇനി എന്തേലും സംഭവിക്കുവാണെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാവത്തുള്ളൂ. നയന പറഞ്ഞു, അത് ശരിയാ, അതിനു വേണ്ടിയിട്ടായിരിക്കും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, അതൊന്നും ഓർത്ത് ചേച്ചിനി വിഷമിക്കണ്ട, നവ്യേച്ചി എത്ര കിട്ടിയാലും പഠിക്കില്ല. അല്ലെങ്കിൽ പിന്നെ അവനെ പോലൊരു കള്ളൻ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുവോ? അവൻ ആ വീട് വിട്ട് പോവുക ചെയ്യണ്ടേ. അവൻ പോയാലും നവ്യേച്ചിക്ക് നല്ല അന്തസ്സായിട്ട് ജീവിക്കാം. അവൻ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ സന്തോഷ സമാധാനത്തോടെ ജീവിക്കാം. അത് പക്ഷെ ചേച്ചിക്ക് മനസ്സിലാകത്തില്ല. ചേച്ചിയോട് പറഞ്ഞാൽ ചേച്ചിയുടെ തലയിലേക്ക് കയറത്തില്ല. നയന പറഞ്ഞു, നവ്യേച്ചിയുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ, അബി ഓരോന്നൊക്കെ പറഞ്ഞ് നവ്യേച്ചിയെ മയക്കെടുത്ത് വെച്ചിരിക്കുക. ഇനിയിപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും നവ്യേച്ചി വിശ്വസിക്കാനും പോകുന്നില്ല. അപ്പോഴേ നന്ദു പറഞ്ഞു, അത് ശരിയാ, ഇനി എന്താണെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. നവ്യേച്ചി അങ്ങനെ കടുങ്കൈ ഒന്നും ചെയ്യാൻ പോകുന്നൊന്നുമില്ല. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക, വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് പെറുക്കി സ്വന്തം ആരോഗ്യം നശിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നന്ദു പോകുന്നേ. നന്ദു പോയി കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് നയനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ വേണ്ടാത്ത ചിന്തകളൊന്നും വേണ്ടാന്ന്. അതെങ്ങനെയാ പറഞ്ഞാൽ തലയിലേക്ക് കയറുമോ? വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ചു കൂട്ടി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ഒരു എന്തേലും ആപത്ത് വരുത്തി വെക്കരുത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ആദർശ് സമാധാനിപ്പിക്കുന്നുണ്ട് നയനെ. കുറച്ച് കഴിഞ്ഞപ്പോ ദേവേനയും ജയനും കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ ജയൻ ദേവേനോട് പറഞ്ഞു, നവ്യയുടെ കാര്യം അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛന്റെ മുഖത്തൊരു ഭാവമാറ്റം ഇല്ലെന്ന് പറഞ്ഞു. ദേവേന് പറഞ്ഞു, എങ്ങനെ മാറ്റം ഉണ്ടാവാനായിട്ടാ? നവ്യ അതുപോലത്തെ കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്ത് കൂട്ടിയത്. ഏൻ ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് അവള് മോഡലാവാനൊക്കെ പോയില്ലേ, അതുകൊണ്ട് ഇപ്പൊ നവ്യയുടെ കാര്യത്തില് പഴയതുപോലെ അത്ര താല്പര്യം കാര്യങ്ങളൊന്നും അച്ഛനില്ലാന്ന് പറഞ്ഞു. ജയൻ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യ, നവ്യയോട് എത്ര പറഞ്ഞു കൊടുത്താലും തലയിലേക്കൊന്നും കേറത്തില്ലല്ലോ. അല്ല നവ്യയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജയേട്ടാ, കള്ളത്തരങ്ങളെ കാണിക്കുന്നേ അബിയും ആ ജലജയും കൂടെ ചേർന്നിട്ടല്ലേ, അവൾക്ക് സത്യാവസ്ഥയൊന്നും അറിയത്തില്ലല്ലോ. അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അതൊക്കെ വിശ്വസിച്ച അവള് മുന്നോട്ട് പോന്നേന്ന് പറഞ്ഞു. എന്നാലും അവൾക്ക് എന്തേലും സംഭവിച്ചു പോയാല് എന്നൊക്കെ ഓർത്തൊരു ഭയം ഉണ്ടെന്ന് ദേവേനി പറഞ്ഞു. ജയൻ പറഞ്ഞു, ഇപ്പൊ ഇനി അവൾ എങ്ങോട്ട് പോയതായിരിക്കും? അതൊക്കെ ഓർത്തിട്ട് മനുഷ്യന് സമാധാനക്കേടാണല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം നവ്യ അങ്ങോട്ടേക്ക് വരുന്നേ. ഇത് ബാലക്കണി എന്നിട്ട് അബിയും ജലജയും കണ്ടു. പെട്ടെന്ന് അബിയോട് ജലജ പറഞ്ഞു, എടാ മോനെ, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടോ, മരിക്കാൻ തയ്യാറായിക്കോ നീ? അമ്മ എന്താ പറയണെന്ന് ചോദിച്ചു. അവള് ജീവനോടെ വന്നിട്ടുണ്ട്,
അവൾ എങ്ങനെയാ വന്നേക്കുന്നത് അറിയത്തില്ല. അവൾ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് മട്ടില്ലാന്ന് തോന്നിയെന്ന് പറഞ്ഞു. പേടിച്ച് വിറച്ച് നിൽക്കുവാണ് അബി, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. ഈ സമയം നവ്യ ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ദേവേനിച്ചു, നവ്യെ നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിച്ചു. ഞാൻ എവിടെ പോയി, നിങ്ങൾക്ക് എന്താ? നിങ്ങളോട് അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? എന്തായാലും ചാവാനല്ല എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് പറഞ്ഞു, പെട്ടെന്നൊന്നും ഞാൻ ഇനി ചാവാനും പോകുന്നില്ല. ജയൻ പറഞ്ഞു, ഇവളൊക്കെ ഇത് എന്ത് പറ്റി? ആർക്കറിയാം എൻ്റെ ജേട്ടാ, പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മുകളിലേക്ക് നിന്നിപ്പോ അബിയും ജലജ നിൽക്കുന്നുണ്ട്. അവിടെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് നവ്യ മുറിയിലേക്ക് കയറി പോവാണ്. ജലജ പറഞ്ഞു, എടാ സൂക്ഷിക്കണോടെ മോനെ, അവൾ എന്തൊക്കെയോ മനസ്സിലുറപ്പിച്ചിട്ടാ വന്നിരിക്കുന്നത്. അബി ചോദിച്ചു, വല്ല വക്കീലിനെ കാണാൻ പോയതായിരിക്കോ? വക്കീലിനെയാണോ ആരെയാ കാണാൻ പോയെന്ന് അറിയത്തില്ല. നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് തോന്നേ. അമ്മേ, അവിടെ എനിക്ക് വല്ല വിഷവും തരുവോ? അതിനുള്ള സാധ്യത കൂടുതലുണ്ട്. മിക്കവാറും വല്ല വിഷവും തരാൻ വഴിയുണ്ട്. നീ ഒരു കാര്യം ചെയ്യ, ഇനിയിപ്പോ അവള് ഇവിടെയുള്ള സമയത്തൊന്നും ഈ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കണ്ട. അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിനക്കിട്ടുള്ള പണി കിട്ടുമെന്ന് പറഞ്ഞു. അമ്മ എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ പുറത്തുനിന്ന് കഴിക്കാന്ന് പറഞ്ഞു. അതായിരിക്കും ഇനിയിപ്പം നല്ലത്. മിക്കവാറും നീ അറിയാതെ നിനക്കും വിഷം തന്ന അവളും മരിക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അബിക്ക് ഭയങ്കര പേടിയായിരുന്നു ആ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോ. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നയനെ ദേവേനെ വിളിക്കുകയാണ്. ദേവേനെ വിളിച്ചിട്ട് ചോദിച്ചു, അമ്മേ നവേച്ചി വന്നിട്ട് എന്തേലും പറഞ്ഞോ? അങ്ങനെ എന്തേലുമൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇപ്പോഴെന്താളും ഞാൻ മരിക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ മുറിയിലേക്ക് കയറി പോയെന്ന് പറഞ്ഞു. മോള് എന്ന് ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ, മോള് ധൈര്യമായിട്ട് ഇരിക്കാനും പറഞ്ഞുകൊണ്ട് നയനെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ നയനെ ആദർശം കൂടെ നിൽക്കുന്ന സമയത്ത് ആദർശിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നേ. ആദർശം ഇങ്ങനെ കോളെടുത്ത് സംസാരിക്കുകയാണ്. ശരി എങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചു. അപ്പോഴേക്കും നയന് ചോദിച്ചു, ആരാ ആദർശിട്ടാ വിളിച്ചതെന്ന് ചോദിച്ചു. സേവിയറാ വിളിച്ചേ. സേവിയറോ? അതെ. ഇപ്പൊ ആ ഡേവിഡ് ഉണ്ടല്ലോ എൻ ജ്വല്ലറിലെ, അയാളാ എക്സ് എന്ന് പറഞ്ഞ ആളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ് പോലും. അയാളുമായിട്ടോ? അതെ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആ മാളവിക ഒന്ന് വിളിക്കട്ടെ, വിളിച്ച് കാര്യങ്ങളത് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം മാളവിയെ വിളിക്കാനായിട്ട് ഒരുങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.